ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ +1 ബയോളജി, അതായത് ബോട്ടണിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. സിൻസ് ദ ഡോൺ സിവിലൈസേഷൻ ദർ ഹാവ് ബീൻ മെനി അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ ലിവിങ് ഓർഗാനിസമാണ്. ഇറ്റ് വാസ് ഡൺ ഇൻസിന്യൂസ്ലി നോട്ട് യൂസിങ് ക്രൈറ്റീരിയ ദാറ്റ് വാസ് സയൻറ്റിഫിക് ബട്ട് ബോൺ ഔട്ട് ഓഫ് എ നീഡ് to use organisms for our own use, for food, shelter, clothing. Aristotle was the earliest attempt a more scientific base of classification. He used simple morphological characters to classify plants into trees, shrubs, herbs. He also divided animals into two groups, those which are red blood and those did not. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യകാലത്ത് നമ്മൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, അതായത് ഫുഡിൻ്റെയും ഷെൽട്ടറിൻ്റെയും ക്ലോത്തിങ്ങിൻ്റെയും ആവശ്യത്തിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തതെന്ന്. പിന്നെ അങ്ങനെ അരിസ്റ്റോട്ടിൽ എന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ്സിൻ്റെയും ആനിമൽസ്, അതായത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചു. പ്ലാന്റ്സും ആനിമൽസുമാണ്. പ്ലാന്റ്സ് എന്ന് വെച്ചാൽ അത് ട്രീസ് ആവാം, ഷ്രബ്സ് ആവാം, ഹെർബ്സ് ആവാം. ഇനി ആനിമൽസ് ആണെങ്കിൽ റെഡ് ബ്ലഡ് സെൽ ഉള്ളതാവാം അല്ലെങ്കിൽ ഇല്ലാത്തതാവാം. അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇൻ ലിനേഴ്സ് ടൈം എ ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. വിത്ത് പ്ലാന്റ് ആൻഡ് അനിമേലിയ കിങ്ഡം വാസ് ഡെവലപ്ഡ് ദാറ്റ് ഇൻക്ലൂഡഡ് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റെസ്പെക്റ്റീവ്ലി. The system did not distinguish between prokaryotes and eukaryotes, unicellular and multicellular organisms, and photosynthetic green algae and non-photosynthetic fungi organisms. Classification of organisms into plants and animals was easily done and was easy to understand, but a large number of organisms did not fall into either category. Hence, the two kingdom system of classification used for a long time was found inadequate. Besides, gross morphology, a need was also felt for including other characteristics like cell structure, nature of wall, mode of nutrition, habitat, methods of reproduction, evolutionary relationships, etc. Classification system for the living organism have hence undergone several changes over time. Through plant and animal kingdom have been constant under all different systems. The understanding of what group of organisms included under this kingdom have been changing on. The number and nature of other kingdoms also been understood differently by different scientists over time. ഇനി അപ്പം നമ്മൾ അരിസ്റ്റോട്ടിൽ, അതായത് ഫസ്റ്റ് സയൻറ്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അരിസ്റ്റോട്ടിലാണ്. അത് അരിസ്റ്റോട്ടിലിൻ്റെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലിനേയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, രണ്ട് കിങ്ഡം ഉണ്ടാക്കി. അതിൽ ഒന്ന് പ്ലാന്റേയും ഒന്ന് അനിമേലിയ, എല്ലാത്തിനും അത് എന്തിൻ്റെ ബേസ്, മെയിൻലി ബേസ് ആണ് സെൽവാളിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തില്ല, പ്രൊക്കാരിയോട്ടിനെയും യുക്കാരിയോട്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. ഫോട്ടോസിന്തറ്റിക് ഗ്രീൻ ആൽഗെ ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഫംഗി ഓർഗാനിസത്തിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. പിന്നെ അതുകൂടാതെ കുറേ ഓർഗാനിസംസ് ഒന്നിലും പെടാതെ വന്നു. അതായത് പ്ലാന്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ പ്ലാന്റ്സ് അല്ലാതെയും, ആനിമൽസ് ആണോ എന്ന് ചോദിച്ചാൽ ആനിമൽസ് അല്ലാതെ, അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള കുറേ ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബേസിലൊക്കെ മെയിൻലി ബേസ്ഡ് ഓൺ ഇത് കൂടാതെ എന്തിൻ്റെയൊക്കെ ഉണ്ട്, ഗ്രോസ് മോർഫോളജി ഉണ്ട്, പിന്നെ സെൽ സ്ട്രക്ചർ, നാച്ചർ ഓഫ് വാൾ, മോഡ് ഓഫ് ന്യൂട്രീഷന്, ഹാബിറ്റാറ്റ്, റീപ്രൊഡക്ഷന്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അത് ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പം നമ്മൾ പറയുന്നത് ഇനി അടുത്തത് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ്. അപ്പം അതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ അതോടെ 5 കിങ്ഡംസ് ആണ്. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മൊനീറയുടെ കേസിലാണ്. സെൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊക്കാരിയോട്ടാണ്. അപ്പം ആകെ നമ്മൾക്ക് 5 കിങ്ഡത്തിൽ പഠിക്കാനുള്ള പ്രൊക്കാരിയോട്ട് ഏതാ എന്ന് ചോദിച്ചാൽ മൊനീറ മാത്രമേ ഉള്ളൂ. പിന്നെ സെൽ ആണെന്ന് ചോദിച്ചാൽ നോൺ സെല്ലുലോസിക് ആണ്. ദാറ്റ് ഈസ് എന്താ, പോളിസാക്കറൈഡും പ്ലസ് അമിനോ ആസിഡ് അല്ലെങ്കിൽ പെപ്റ്റിഡോ ഗ്ലൈക്കൺ എന്ന് പറയും. പിന്നെ അതുകൂടാതെ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചോദിക്കുക ചിലപ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയത് ഒറ്റൊന്നിലേ ഉള്ളൂ, അത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ് ആൻസറായിട്ട് നമ്മൾ പറയാം മൊനീറയാണ്. പിന്നെ അടുത്തത് ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ വരുന്നത്
അതും നോക്കി വെക്കണം. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോപ്പിക്കും വരും ഹെറ്ററോട്രോപ്പിക്കും വരും. ഓട്ടോട്രോപ്പിക് തന്നെ ഏത് വരും? ഫോട്ടോസിന്തറ്റിക്കും വരും, കീമോസിന്തറ്റിക്കും വരും. ഹെറ്ററോട്രോപ്പിക്കിലാണെങ്കിൽ എന്ത് വരും? സാപ്രോഫൈറ്റ്സും ഉണ്ട്, പാരസിറ്റിക്കും വരും. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൊനീറയുടെ കേസിൽ പ്രൊക്കാരിയോട്ട് ആണ്, സെല്ലുലാർ ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. പിന്നെ 2 ടൈപ്പ് ന്യൂട്രീഷൻ വരും, ഓട്ടോട്രോപ്പിക്കും വരും ഹെറ്ററോട്രോപ്പിക്കും വരും. ഓട്ടോട്രോപ്പിക്ക് തന്നെ എന്ത് വരും? ഫോട്ടോസിന്തറ്റിക്കും വരും, കീമോസിന്തറ്റിക്കും വരും. ഹെറ്ററോട്രോപ്പിക്കിലാണെങ്കിൽ എന്താ വരിക? പാരസിറ്റിക്കും വരും, സാപ്രോഫൈറ്റിക്കും വരും. ഇനി അടുത്തത് പ്രൊട്ടിസ്റ്റയാണ്. പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ആണ്, പക്ഷേ യുക്കാരിയോട്ട് ആണ്. അതാണ് അതിൻ്റെ ഒരു ഒറ്റ ഡിഫറൻസ് എന്നാണ്. യൂണിസെല്ലുലാർ യുക്കാരിയോട്ട്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുക പ്രൊട്ടിസ്റ്റയാണ്. അപ്പോൾ നമുക്ക് സെൽ ടൈപ്പ് തന്നിരിക്കുന്നത് യുക്കാരിയോട്ട് ആണ്. സെൽ വാൾ തന്നിരിക്കുന്നത് പ്രസൻറ്റ് ഇൻ സം ആണ്. ചിലതിൽ സെൽ വാൾ പ്രസൻ്റ് ആണ്, ചിലതിൽ ആബ്സെൻ്റ് ആണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആണെങ്കിൽ എന്താണ്? പ്രസൻ്റ് ആണ്. പിന്നെ ബോഡി ഓർഗനൈസേഷൻ അത് സെല്ലുലാർ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ എന്താണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ ഓട്ടോട്രോപ്പിക് ആണെങ്കിൽ ഫോട്ടോസിന്തറ്റിക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്പിക് ആയിരിക്കും. അപ്പം എന്താണ് മെയിനായിട്ട് പറയുന്നത്? യൂണിസെല്ലാർ യുക്കാരിയോട്ട്സ് ആണെങ്കിൽ പ്രൊട്ടിസ്റ്റയാണ്. പിന്നെ ബോഡി ഓർഗനൈസേഷൻ സെല്ലാറാണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്, സെൽ വാൾ പ്രസൻറ്റ് ഇൻ സം ആണ്. പിന്നെ ഏതാണ് ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ ഓട്ടോട്രോപ്പിക് ആണെങ്കിൽ ഫോട്ടോസിന്തറ്റിക് മാത്രമേ വരുള്ളൂ, പിന്നെ ഹെറ്ററോട്രോപ്പിക്കും വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫംഗയുടെ കേസിൽ പറയുകയാണെങ്കിൽ എന്താ വരിക? ഫംഗി അതൊരു യുക്കാരിയോട്ട്സ് തന്നെയാണ് സെൽ ടൈപ്പ് വരുന്നത്. പിന്നെ സെൽ വാൾ പ്രസൻ്റ് ആണ്, പക്ഷേ അതിലെന്താണ്? കൈറ്റിനാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും പ്രസൻ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ആണ്, ലൂസ് ടിഷ്യൂസ് ആണ്. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ് വരുന്നത്? ഹെറ്ററോട്രോപ്പിക് ആണ്. അതിൽ ഓട്ടോട്രോപ്പിക്കേ ഇല്ല, ഹെറ്ററോട്രോപ്പിക് ആണ്. സാപ്രോഫൈറ്റും പാരസൈറ്റും ആണുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇതിൽ യുക്കാരിയോട്ടാണ്, പിന്നെ സെൽവാൾ പ്രസൻ്റ് ആണ്, പക്ഷേ എന്താണ് അതിലുള്ളത്? കൈറ്റിനാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. പിന്നെ എന്താണ്? ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ആണ്, അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയാം. പിന്നെ ന്യൂട്രീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഹെറ്ററോട്രോപ്പിക് മാത്രമേ വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പറയുന്നത് എന്താ? പ്ലാന്റയുടെ കേസിലാണ്. പ്ലാന്റയുടെ സെൽ ടൈപ്പ് എന്താണ്? ഏതാണ്? യുക്കാരിയോട്ട് തന്നെയാണ് വരിക. ഇത് മൊനീറ ഒഴികെ ബാക്കി എല്ലാവരും യുക്കാരിയോട്ട്സ് തന്നെയാണ് വരിക. പിന്നെ സെൽവാൾ ആണെങ്കിൽ എന്താണ്? പ്ലാന്റിൽ സെൽവാൾ ഉണ്ട്, ഏതാണ്? സെല്ലുലോസ് ആണ്. പിന്നെ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. പിന്നെ ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ഓർ ഓർഗൻ ആയിരിക്കും വരിക. മറ്റേതിൽ നമ്മൾ ഫംഗയിൽ പറഞ്ഞ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ടിഷ്യൂ ആണ് വരിക. ഇതിലെന്താണ്? ടിഷ്യൂ ഓർ ഓർഗൻ ആണ് വരിക. അതാണ് അവിടെ ഒരു വ്യത്യാസമില്ല. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? അതിൽ ഓട്ടോട്രോപ്പിക് മാത്രമേ വരൂ, അതും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോപ്പിക് മാത്രമേ വരികയുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒന്നുകൂടി പറയാം. പ്ലാന്റ്സിൻ്റെ കേസിൽ യുക്കാരിയോട്ട് ആണ്. പിന്നെ സെൽവാൾ പ്രസൻറ്റ് ചെയ്യുന്നത് സെല്ലുലോസ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ഓർ ഓർഗൻ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഓട്ടോട്രോപ്പിക് ആണ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആണ്. മാത്രം ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ആനിമലിയുടെ കേസിലാണെങ്കിൽ എന്താണ് വരിക? സെൽ ടൈപ്പ് എന്തായാലും യുക്കാരിയോട്ടാണ് വരിക എന്ന് ഉറപ്പാണല്ലോ. പിന്നെ സെല്ലുവാൾ എന്താണ്? പ്രസൻ്റ് ആണോ? അല്ല, ആബ്സെൻ്റ് ആണ്. നമ്മൾക്ക് മനുഷ്യർക്ക് എന്തില്ല? സെല്ലുവാൾ ഇല്ല. പിന്നെ അടുത്തത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. അതെന്തായിട്ടും പ്രസൻ്റ് ആണ്. അത് ആബ്സെൻ്റ് ആയിട്ട് ഒറ്റ ഒന്നേ ഉള്ളൂ, ഏതാണ്? മൊനീറയുടെ കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ബോഡി ഓർഗനൈസേഷൻ എന്താണ്? ടിഷ്യൂ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റമാണ്. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെങ്കിൽ എന്താ വരിക? ഹെറ്ററോട്രോപ്പിക് ആണ്. എങ്ങനെ? ഹോളോസോയിക്കും സാപ്രോഫൈറ്റിക്കും ആയിരിക്കും വരിക. അപ്പോൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ആകെ ഒറ്റ നിലയേ ഉള്ളൂ എന്ത് കാണപ്പെടുന്നത്? സെൽ വാള് എന്നല്ല, സെൽ ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെ? പ്രൊക്കാരിയോട്ടായിട്ട് വരുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചാൽ മൊനീറ. പിന്നെ യൂണിസെല്ലാർ യുക്കാരിയോട്ട്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പ്രൊട്ടിസ്റ്റയാണ് വരിക. പിന്നെ വേറെ ബാക്കി എല്ലാം, അതായത് ഓൾ എക്സെപ്റ്റ് എല്ലാം യുക്കാരിയോട്ട് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാലും മൊനീറ വരിക കേട്ടോ. ബാക്കി എല്ലാം യുക്കാരിയോട്ടാണ്. പിന്നെ സെൽ വാൾ ഇല്ലാത്തത് മൊനീറയിലാണ്. പിന്നെ പ്രസൻറ്റ് സമ്മാണ് പ്രൊട്ടിസ്റ്റയാണ്. പിന്നെ സെൽ വാൾ സെല്ലുലോസിക് ആണെങ്കിൽ പ്ലാന്റ്സ് ആണ്. കൈറ്റിൻ ആണെങ്കിൽ അത് ഫംഗിയാണ്. ഇനി ആബ്സെൻ്റ് ആണെങ്കിൽ അത് ആനിമേലിയയിലാണ്. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ കേസിലാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒറ്റ ഒന്നെങ്കിൽ അത് മൊനീറയാണ്, ബാക്കി എല്ലാത്തിനും പ്രസൻ്റ് ആണ്. പിന്നെ ബോഡി ഓർഗനൈസേഷൻ മൊനീറയിലും പ്രൊട്ടിസ്റ്റയിലും എന്താണ്?
സെല്ലുലാറാണ്. പിന്നെ എന്താണ് ഫംഗയുടെ കേസിലാണെങ്കിൽ പ്രസൻറ്റ് ആണ്. എങ്ങനെയാണ് എങ്ങനെ മൾട്ടി സെല്ലുലാറാണ്, അത് ടിഷ്യൂ ആണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പ്ലാന്റ്സിലാണെങ്കിൽ ടിഷ്യൂ ഓർ ഓർഗൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആനിമേലിയയിലാണെങ്കിൽ ടിഷ്യൂ ഓർഗൻ സിസ്റ്റം പറയുന്നത്. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെങ്കിൽ എങ്ങനെ മൊനിയറയുടെ കേസിലാണ് എങ്ങനെ വരിക, മൊനിയറയിലെ കേസിൽ എങ്ങനെ വരും, അത് ഓട്ടോട്രോപിക് വരും. അത് ഓട്ടോട്രോപിക്കിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും വരും. പിന്നെ ഹെറ്ററോട്രോപിക്കിലാണെങ്കിലും അതേപോലെ തന്നെ വരും രണ്ടെണ്ണം. ഏതൊക്കെയാണ്? സാപ്രോഫൈറ്റിക്കും പാരസിറ്റിക്കും വരും. ഇനി അടുത്തത് പ്രൊട്ടിസ്റ്റയുടെ കേസിലാണെങ്കിൽ അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ് വരിക? പ്രൊട്ടിസ്റ്റയുടെ കേസിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? ഓട്ടോട്രോപ്പിക് ഉണ്ട്, അത് ഫോട്ടോസിന്തറ്റിക് മാത്രമേ വരുള്ളൂ. പിന്നെ ഹെറ്ററോട്രോപിക്കാണ് വരിക. പിന്നെ ഫംഗയുടെ കേസിൽ ഹെറ്ററോട്രോപിക് മാത്രമേ വരൂ. ഹെറ്ററോട്രോപിക് മാത്രം കാണിക്കുന്ന രണ്ടെണ്ണമാണുള്ളത്. ഏതാ? ഫംഗയും ആനിമേലിയയും. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുക വേണ്ടത്. എന്നാൽ നമുക്ക് നീറ്റ് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ ഫംഗയുടെ കേസിൽ ഹെറ്ററോട്രോപിക് വരുന്നത് പാരസൈറ്റിക്കും സാപ്രോഫൈറ്റിക്കുമാണ്. പിന്നെ അനിമേലിയയിൽ എങ്ങനെയാണ്? ഓട്ടോട്രോപിക് മാത്രമേ വരുന്നു. ഓട്ടോട്രോപിക് മാത്രം വരുന്ന ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാന്റയാണ് വരിക. അതും ഫോട്ടോസിന്തറ്റിക് മാത്രമേ അത് നടക്കുള്ളൂ. പിന്നെ അനിമേലിയയുടെ കേസിൽ ഹെറ്ററോട്രോപിക് ആണ്, പാരസൈറ്റ് അല്ല, അല്ലെങ്കിൽ ഹോളോസോയിക്കും സാപ്രോഫൈറ്റും ആണ് മെയിൻലി നമ്മൾ NCERT പറഞ്ഞത്. പാരസൈറ്റിക്ക് എഴുതാം നമുക്ക്, അങ്ങനെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി. ഇനി അടുത്ത് ബാക്കി നോക്കാം. R.H. Whittaker in 1969 proposed a 5-kingdom system of classification. The kingdom defined him were named Monera, Protista, Fungi, Plants and Animalia. The main criteria used by the classification include cell structure, body organization, mode of nutrition, reproduction and phylogenetic relationships. In the table 2.1 gives a comparative account of different characteristics of this kingdom. അപ്പം നമുക്ക് R.H. Whittakerനെ നമ്മൾ പറഞ്ഞു 1969 പറഞ്ഞു. ഏതാ 5-kingdom system of classification? അതിലേതൊക്കെയാണുള്ളത്? നീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമേലിയ ആണ്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചിലവ് ചോദിക്കും, എന്താണ് ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കും. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓൺലി, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ഇങ്ങനെ തരും, സെൽ സ്ട്രക്ചർ. ഓപ്ഷൻ 2 ബോഡി ഓർഗനൈസേഷൻ. ഓപ്ഷൻ 3 മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓപ്ഷൻ 4 ഓൾ ഓഫ് ദീസ്. ഇങ്ങനെയൊക്കെ തന്നെ ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മെയിൻ ക്രൈറ്റീരിയ വെച്ചാൽ സെൽ സ്ട്രക്ചർ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ബോഡി ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ്. ഈ 5 എണ്ണമാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. 3 domain systems have also been proposed that divides the kingdom Monera into 2 domains ആണ്, leaving the remaining eukaryotic kingdoms in the 3rd domain and thereby 6th kingdom classification ആണ്. You will learn about this system ആണ് in detail in higher class ആണ്. അപ്പം 3 domain system എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്നത് മൊനീറേനെ 2 ഡൊമൈനായി ഡിവൈഡ് ചെയ്യും. അപ്പം അതിൽ എന്താണ്? മൂന്നാമത്തെ ഡൊമൈനിൽ എല്ലാ യൂക്കാരിയോട്ടും നമ്മൾ പറഞ്ഞ യൂക്കാരിയോട്ട് എന്താണ്? പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്സ് ആൻഡ് അനിമേലിയ, ഈ 4 എണ്ണം മൂന്നാമത്തെ ഡൊമൈനിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ 6 കിങ്ഡംസ് ഉണ്ട്. അപ്പം 2 ഡൊമൈൻ അല്ലാതെയും ഉണ്ട്, പിന്നെ ഒരു ഡൊമൈനിൽ ഈ യൂക്കാരിയോട്ട് മാത്രമല്ല. അങ്ങനെയാണ് 3 ഡൊമൈൻസ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. പിന്നെ ലെറ്റ് us look at this 5-kingdom system of classification to understand the issues and considerations that influence the classification system ആണ്. Earliest classification system includes bacteria, blue-green algae, fungi, mosses, ferns, gymnosperms, and angiosperms. Under plants, the character that unifies this whole kingdom was that all the organisms included had a cell wall in their cells. This placed together groups which widely differ in other characteristics. It brought together the prokaryotic bacteria and the blue-green algae, cyanobacteria, with other groups which were eukaryotic. It also grouped together the unicellular organisms and multicellular ones. Say for example, Chlamydomonas and Spirogyra were placed together under algae. The classification did not differentiate between the heterotrophic group fungi and the autotrophic green plants, though they also shows a character difference in their wall composition. The fungi had a chitin in their walls, while these green plants had a cellulosic in their cell wall. When such characteristics were considered, the fungi were placed in a separate kingdom, that is kingdom fungi. All prokaryotic organisms were grouped under the kingdom Monera. Unicellular eukaryotic organisms are placed under kingdom Protista. Kingdom Protista as brought together Chlamydomonas and Chlorella, earlier placed in algae within the plants and both having cell wall, with the Paramecium and amoeba which were earlier placed in the animal kingdom which lack cell wall. It has put together organisms happened because
organisms in which early classification placed in the different kingdoms are. This happened because the criteria for classifications has changed. This kind of changes will take place in the future to depending on the improvement in our understanding of characteristics and evolutionary relationships. Over time, an attempt has been made to evolve the classification system which reflects not only the morphological, physiological and reproductive similarities but also phylogenetic. That is based on the evolutionary relationships. In this chapter, we will study the characteristics of the kingdom Monera, Protista, fungi and of the Whittaker system of classification. The kingdom Plantae and Animalia commonly refers to as plant and animal kingdom that respectively we deal with separately in chapter 3 and 4. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മൾ പറഞ്ഞ എന്തിൻ്റെ ബേസിലാണ് സെല്ലിൻ്റെ സെൽ വാൾ ഉണ്ടോ ഇല്ലയോ എന്ന ബേസിലാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ആദ്യം നടത്തിയിരുന്നതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇപ്പം ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആകിയ ഫംഗി, മോസസ്, ഫേൺസ്, ജിംനോസോംസ്, ആൻജിയോസോംസ് ആൻഡ് പ്ലാന്റ്സിൻ്റെ അടിയിലാവാൻ കാരണം എന്താണ്? ഇതിനൊക്കെ സെൽവാൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ദ ക്യാരക്ടർ ദാറ്റ് യൂണിഫൈസ് ദിസ് ഓൾ ഓർഗൻസ് ഇൻക്ലൂഡഡ് ആഡ് സെൽവാൾ ഇൻ ദ സെൽസ് ആണ്. ആൻഡ് ദിസ് പ്ലേസ് ടുഗദർ ആൻഡ് ഡിഫറെൻറ്റ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വേറെയും കുറേ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. പിന്നെ എന്താ നമ്മൾ ടുഗദർ പ്രോകാരിയോട്ടിക് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആകിയ ബാക്ടീരിയ വിത്ത് അതർ ഗ്രൂപ്പ്സ് വിച്ച് വർ ഇതിൽ കാണുന്ന സൈന ബാക്ടീരിയയും പ്രൊക്കാരിയോട്ടിക് ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട്. അത് എന്താണ്? സൈന ബാക്ടീരിയ പ്രൊക്കാരിയോട്ട് ആണല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്? അതും പിന്നെ യൂക്കാരിയോട്ടും എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഒന്ന് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിയത്. പിന്നെ എന്താ അതേപോലെ ആനിമൽസിൻ്റെ കേസിലാണ് നമ്മൾ സെൽവാൾ ഇല്ലാത്ത എല്ലാത്തിനെയും അനിമേലിയയിൽ ഉൾപ്പെടുത്തി. അതിലും ഇതേപോലെ യൂണിസെല്ലാർ, മൾസെല്ലാർ ഓർഗാനിസംസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ ബാക്കി പറയുന്നത് ക്ലെമിഡോമോണസ് സ്പൈറോഗൈഡ പ്ലേസ്ഡ് അണ്ടർ ആൽഗയിലാണ്. ആൽഗയിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. യൂണിസെല്ലാർ ഓർഗാനിസംസും മൾട്ടിസെല്ലാർ ഓർഗാനിസംസും ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. ക്ലെമിഡോമോണസ് എന്താണ്? ഒരാൽഗിയാണ്. സ്പൈറോഗൈഡയും ഒരാൽഗി തന്നെയാണല്ലോ. പക്ഷെ അതിൽ യൂണിസെല്ലാർ ഏത്, മൾസെല്ലാർ ഇത് അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തില്ല. പിന്നെ അതേപോലെ ഹെറ്ററോട്രോപിക് ഗ്രൂപ്പായുള്ള ഫംഗിയെയും ഓട്ടോട്രോപിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിനെയും ഒക്കെ ഒരു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. അത് സെൽവാൾ ഉണ്ട് എന്നുള്ള പ്രത്യേകത കൊണ്ട്. പിന്നെ അതേ കൂടാതെ പിന്നെ എന്താണ്? ഫംഗി പ്ലേസ് ഇൻ സെപ്പറേറ്റ് കിങ്ഡം ഫൗണ്ടിയാണ്. ഓൾ പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ മൊനിയറയാണ്. പിന്നെ യൂണിസെല്ലാർ യൂക്കാരിയോട്സ് ആണ് ഗ്രൂപ്പ്ഡ് അണ്ടർ കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്താണ്? ക്ലെമിഡോമോണസ്, ക്ലോറെല്ല ആൻഡ് ഏർലിയർ പ്ലേസ് തന്നെ ആൽഗയിലാണ്. വിത്തിൻ പ്ലാന്റ്സിലാണ്. ബോത്ത് ഹാവ് സെൽവാൾ ഉണ്ടെന്നുള്ള ഇതുകൊണ്ടും. പക്ഷേ അതൊക്കെ എന്തില്ല? പ്രൊട്ടിസ്റ്റയിലാണ് വന്നത്. അതേപോലെ പാരമ്യൂസിയവും അമീബിയയും ആദ്യം ഏതിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അതിന് സെൽവാൾ ഇല്ല എന്നതുകൊണ്ട് ആനിമൽ കിങ്ഡത്തിലായിരുന്നു പ്ലേസ് ചെയ്തത്. പക്ഷേ അതായത് അമീബ, പാരമ്യൂസിയം, ക്ലാമിഡോമോണസ്, ക്ലോറെല്ല ഇതൊക്കെ എന്തിലായി വന്നിട്ടുണ്ട്? പ്രൊട്ടിസ്റ്റയിലായി വന്നിട്ടുണ്ട്. ഒക്കെ യൂണിസെല്ലാറാണ്. ആൻഡ് ഇറ്റ് വാസ് പ്രിൻറ്റഡ് ടുഗദർ ഓർഗാനിസംസ് ആണ് എന്നാ പറയുന്നത്. പിന്നെ എന്താണ്? പിന്നെ ക്രൈറ്റീരിയയിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടി ബേസ് ചെയ്താണ്. And over time, many attempts has been evolved classification system which reflect not only morphological and physiological and behavioral characters മാത്രം ബേസ് ചെയ്തിട്ടല്ല, reproductive characters മാത്രം ബേസ് ചെയ്തിട്ടല്ല, എന്തുകൂടിയുണ്ട്? എവല്യൂഷണറി റിലേഷൻ, ദാറ്റ് ഈസ് ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പോകുന്നത് RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ മൊനിയറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഫംഗിയും മൊനിയറ, പ്രൊട്ടിസ്റ്റ, ഫംഗി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ എന്തില്ല, നമ്മൾ പ്ലാന്റേയും ആനിമേലിയെയും കുറിച്ച് 2 ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് കിങ്ഡം ആനിമേലിയെയും കിങ്ഡം പ്ലാന്റേനെയും നമ്മളിപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടന്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല.